എല്ലാവർക്കും നമ്മുടെ KK Aviary എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബേഡ്സിനെ കൊടുക്കേണ്ട മെഡിസിനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെഡിസിനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡീവാമിങ് ചെയ്യുക, വിരശല്യം, അതിന് കൊടുക്കേണ്ട മെഡിസിനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അൽബോമാർ എന്ന് പറയുന്ന മെഡിസിനാണ് ഇത്. ബേഡ്സ് അതുപോലെ മറ്റ് കോഴി, പശു, നായ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അൽബോമാർ. ഇന്ന് നമ്മുടെ വെറ്റിനറി മെഡിസിൻസിലൊക്കെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാം, അതുപോലെ ബേഡ്സിന് വിരളക്കിയാൽ എന്തൊക്കെ മെച്ചം, അതുപോലെ അവരുടെ ഹെൽത്ത്, അതിനൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ. ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും ബേഡ്സ് ആയാലോ മറ്റു മൃഗങ്ങളായാലോ നമുക്ക് ഈ വിര ഇളക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ വരുന്ന വിരകൾ അപ്പോൾ നമ്മൾ നല്ല പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അത് ഇന്നും ഇവരെ ശരീരത്തിലെത്തില്ല. ഈ വിരകൾ ഉള്ളിലുള്ള നല്ല വിരകളും ചീത്ത വിരകളും ഉണ്ട്. അപ്പോൾ ഈ ചീത്ത വിരകൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ബേഡിന് നെഞ്ചുണക്കം അങ്ങനെ വന്ന് ബേഡ് ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ വീക്കായി നമ്മൾ ബേഡ് ഉണ്ടാവും, ചത്തുപോകും. നമ്മളതും ശ്രദ്ധിക്കാറുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൊല്ലത്തിൽ 2 തവണ നമുക്ക് ഈ വിരളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ വിരളക്കി കൊടുത്താൽ ഫാസ്റ്റ് ബ്രീഡിങ്, ചില ബേഡ്സുകൾ ബ്രീഡാവില്ല. അതൊക്കെ ഈ വിരശല്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം ബേഡ് ഈ എഗ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ. കാരണം അവർക്കുള്ള ശരീരത്തിലെ കണ്ടൻറ്റുകളും പ്രോട്ടീനുകളും കിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml ഈ മരുന്ന് ഡയലോട്ട് ചെയ്ത് ബേഡ്സിന് വെച്ച് കൊടുക്കാം. ഒരു 3 മണിക്കൂർ ഈ വെള്ളം നമ്മൾ കൂട്ടിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ബേഡ് കുടിച്ചേക്കെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നല്ല ശുദ്ധമായ വെള്ളം വെച്ച് കൊടുക്കാം. ഇത് കൊടുത്ത് കഴിഞ്ഞു, ഇതൊരു ദിവസം നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ആ ദിവസത്തെ ഡേറ്റ് നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ട് പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഈ മരുന്ന് കൊടുക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഈ വിരകൾ ഇവരുടെ ശരീരത്തിൽ നശിക്കും. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കയ്യിൽ ഇപ്പോൾ 2 ബേഡേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയൊരളവിലൊന്നും ഈ മരുന്ന് കൊടുക്കരുത്. ഇത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ ബേഡ് ചത്തുപോകും. കാരണം ഇത് നല്ല എഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ്. ഇത് കൂടുതലും കൊടുക്കുന്നത് മൃഗങ്ങൾക്കാണ്. പക്ഷികൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 ലിറ്ററിലേക്ക് 5 ml വെള്ളത്തിൽ നമ്മളിത് കൊടുക്കാവും. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാവും, ഈ മരുന്ന് ഡയലോട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കിളികളെ എങ്ങനെ ഡീവാമിങ് ചെയ്യണം, അതിന് നമുക്ക് നമ്മുടെ ഇവരിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്നാണ് അൽബോമാർ. കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന മരുന്നാണ്. അപ്പോൾ നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നവരാണെങ്കിൽ വിര ഇളക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. നിങ്ങളുടെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഷെയറാക്കി കൊടുക്കുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ബേഡ്സിനെ പറ്റി എന്തെങ്കിലും ഫുഡിലോ അതുപോലെ ഇങ്ങനത്തെ മരുന്നുകളിലോ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കൊരു മെസ്സേജ് ചെയ്താൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.